ഇപ്പോൾ വലിയ കൊഞ്ച്, നല്ല മോൺസ്റ്റർ സൈസ് കൊഞ്ചാണ്. ലോബ്സ്റ്ററിനെ പോലെ ഇരിക്കും കണ്ട, പക്ഷെ ഇത് കായലിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. ഇതിന് ജീവനുണ്ടല്ലേ? ജീവനുള്ളതാണ്. ഇത് കാലനക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മൾ ചൂണ്ടയിടാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ്. ചെറായി ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് താമസിച്ചത്. ഇന്നൊരു 10 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുക. പക്ഷേ അതിനു മുമ്പ്, ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് ചൂണ്ടയൊക്കെ ഇട്ട് മീനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് വേണം പോകാനായിട്ട്. ഇന്നലെ നമ്മൾ കരിമീൻ പൊള്ളിച്ചതും ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഷ്രിംപ്സ് മസാലയും കഴിച്ചിരുന്നു. നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. അതിൻ്റെ കൂടെ അപ്പവും പാലപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ കഴിച്ചത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഈ റിസോർട്ടിന് ചുറ്റും വെള്ളമാണ്. ചുറ്റും എന്ന് പറയാൻ പറ്റില്ല, 3 സൈഡ് വെള്ളമാണ്. ഒരു സൈഡ് കായൽ, മറ്റേ സൈഡിൽ ചെറിയൊരു തോടുണ്ട്. അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു മീൻ കെട്ട് എന്ന് പറയാം, മീൻ വളർത്തുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ മീൻ വളർത്തുന്ന സ്ഥലത്ത് പോയി ചൂണ്ടയിടുന്നില്ല, ഈ ചെറിയ തോടിലാണ് നമ്മൾ ചൂണ്ടയിട്ട് എന്തെങ്കിലും മീൻ കിട്ടുമോ നോക്കാൻ പോകുന്നത്. വാ നമുക്ക് നോക്കാം. കേൾക്കാം. ഞങ്ങൾ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഞാനും കെയും എഴുന്നേറ്റ് ഫ്രഷായി നമ്മൾ പുറത്ത് വന്നിരിപ്പുണ്ട്. KRയും കൽപ്പിതയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെഡിയായി അവരും ഇപ്പം തന്നെ വരും വെളിയിലോട്ട്. അപ്പോൾ ഈ ചേട്ടനും ഈ ഹോം സ്റ്റേയുടെ ചേച്ചിയൊക്കെ ഒന്ന് എഴുന്നേറ്റ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇന്നലെ ഞാൻ മൊവാവി എന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബിഗിനേഴ്സിനും ഡെയിലി വ്ളോഗിങ്ങിനും ഒക്കെ പറ്റിയൊരു ഈസി ടു യൂസ് സോഫ്റ്റ്വെയർ ആണ് മൊവാവി സോഫ്റ്റ്വെയർ. അതിന് നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ്, ട്രാൻസിഷൻസ്, ടൈറ്റിൽസ് ഒക്കെ സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്റ്റൻഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ക്രോമ കീ ടൂൾ ഉപയോഗിക്കേണ്ടവർക്ക് അത് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്ത വീഡിയോ ഡയറക്റ്റ്ലി യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. മൊവാവി സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഹോം സ്റ്റേയിലെ ചേട്ടൻ കുറച്ച് മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ വെള്ളം പതുക്കെ കയറുന്നേ ഉള്ളൂ. വെള്ളം ഇച്ചിട്ട് ഒന്ന് കയറിയാൽ മാത്രമേ നമുക്ക് മീൻ പിടിക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 1/2-3 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. ചൂണ്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിനിയിപ്പം ഇച്ചിരൂടെ വെള്ളം കയറണം. അകത്തോട്ട് ഇച്ചിരൂടെ വെള്ളം കയറിയാലേ നമുക്ക് മീനെ വല്ലതും കിട്ടാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ ചെറിയ ചൂണ്ട, ചെറിയതാണ് നമ്മളിടുന്നത്, വലുത്. ചൂണ്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 2 ചൂണ്ടകളാണുള്ളത്. ഇത് ചൂണ്ട വടി, ചൂണ്ടക്കോല് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു ചെറിയ ചൂണ്ടയുടെ ഇതാണ്. ഇതാണോ ചെറിയ ചൂണ്ട, ചെറിയ മീനൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം നമുക്ക്. അതുകൂടെ തന്നെ ഇത് ഒരു വലിയ ചൂണ്ടയാണ്. ഇതിനകത്ത് വെള്ളം നന്നായി കയറിയിട്ടില്ല. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വെള്ളം കയറും. അന്നേരം നമുക്ക് ഇതിനകത്ത് ട്രൈ ചെയ്യാം. പുറത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കുറേ നേരമായിട്ട് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. പക്ഷേ
ഒരു നല്ല ഒരു മീനെ പോലും കിട്ടിയില്ല. നല്ല ഒരു മീനെ പോലും കിട്ടിയില്ല. ഇഷ്ടംപോലെ ചെറിയ ചെറിയ മീനുകളുണ്ട്, അതെല്ലാം കൊത്തി തീറ്റയും കൊണ്ട് പോകും. പക്ഷേ മീനൊന്നും കിട്ടുന്നില്ല. നമ്മൾ ആദ്യം വലിയ ചൂണ്ടയിലൊക്കെ പിടിച്ച് നോക്കി, വലിയ ചൂണ്ട വിട്ടിട്ട് ഇപ്പോൾ ചെറിയ ചൂണ്ടായി. കുറച്ച് നേരം കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. കിട്ടിയാലും നമുക്ക് മീനെ കറി വെച്ച് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് പോയി കറി വെച്ച് കഴിക്കാം. അതെ, മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇടരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ. മീൻ കിട്ടിയില്ലെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇട്ടേന്നിരിക്കും, നല്ല ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് പോയെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ടെന്നിരിക്കും. പക്ഷേ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടാറില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലക്കപ്പാറ പോയി കുയിൽമീൻ കിട്ടിയില്ല, അത് കിട്ടിയില്ല, സാരമില്ല, നമ്മൾ അടുത്ത ദിവസം പോയി കുയിൽമീൻ വീണ്ടും കഴിച്ചു. മലക്കപ്പാറയുടെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കുയിൽമീനും കഴിച്ചു, ഗോൾഡ് ഫിഷിനെയും മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ സാധാരണഗതിയിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഷെയർ ചെയ്യും. മീൻ കിട്ടിയാലും കിട്ടിയില്ല. ചെറിയ കരിമീനെ കിട്ടിയേ, വലുതിനെ കിട്ടിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വലുതിനെ ഒരെണ്ണത്തിനെ മേടിച്ച് കറി വെക്കാം. ഇതിനെ തിരിച്ചു വിട്ടേക്കട്ടെ, ഇതിനെ അങ്ങ് തിരിച്ചു വിടാം. ചത്തുപോവോ? ചത്തുപോകത്തില്ല. അപ്പം ഇതിനെ അങ്ങ് തിരിച്ചു വിടാം. അതങ്ങ് ഓടിപ്പോയി. കുറേ കരിമീൻ കുഞ്ഞുങ്ങളുണ്ട്. കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ വലിയ മീനുകളും ഉണ്ട്, പക്ഷേ ഒന്നും കൊത്തുന്നില്ല. ഏതായാലും ഒരു ചെറിയ മീനെ കിട്ടിയുള്ളൂ. അതുമിനെ നമുക്ക് കറി വെക്കാനൊന്നും പറ്റില്ല, അത് വലുതാകട്ടോ. വലുതായി കഴിഞ്ഞിട്ടാണ് നമുക്ക് കറി വെക്കാവുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കരിമീനെ മേടിച്ചുകൊണ്ട് പോയി നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കറി വെക്കാം. വാ. കിട്ടിയ കരിമീൻ കുഞ്ഞിനെ നമ്മൾ തിരിച്ചു വിട്ടു. ഇവിടെ അടുത്ത് വേറെ മീൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കട്ടെ, ഇവിടെ അടുത്ത് തന്നെ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുമെങ്കിൽ അത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ട് ചെയ്യുന്നു. നോക്കാം എന്താ കിട്ടാൻ സാധ്യതയുള്ളതെന്നോ. ഇപ്പോൾ വലിയ കൊഞ്ച്, നല്ല മോൺസ്റ്റർ സൈസ് കൊഞ്ചാണ്. ലോബ്സ്റ്ററിനെ പോലെ ഇരിക്കും കണ്ട, പക്ഷേ ഇത് കായലിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. ഇതിന് ജീവനുണ്ട് അല്ലേ? ജീവനുള്ളതാണ്. അതെ, കാലനക്കുന്നുണ്ട്. ഇതിന് 1 കിലോ 800 രൂപയാണ്. 1 കിലോ 800 രൂപ. അപ്പൊ നമുക്ക് ഇതിനെ 2 എണ്ണം അങ്ങ് മേടിച്ചാലോ? എന്നാ ഇത് 2 എണ്ണം മേടിക്കാം. അതുപോലെ തന്നെ രാവിലെ പിടിച്ച കരിമീനാണ്. ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനി കരിമീനുണ്ട്. ഇവര് കൊണ്ട് വിൽക്കും, മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കും. ഇത് മാർക്കറ്റിൽ കൊണ്ടുപോകാനുള്ളതാണ്. നമ്മൾ കരിമീൻ എടുക്കുന്നില്ല. കരിമീനെ നമ്മൾ കുഞ്ഞിനെ ഒരെണ്ണത്തിനെ പിടിച്ചു, പക്ഷെ അത് വേണ്ട. നമ്മളിപ്പം കൊഞ്ചിനെ കണ്ടോണ്ട്, വലിയ കൊഞ്ചിനെ കണ്ടോണ്ട് നമ്മൾ കൊഞ്ചിനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ 2 എണ്ണം നമ്മൾ പ്ലാൻ ചെയ്തു. ഇതിനെ അങ്ങോട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതെന്നു വെച്ചാൽ ഇതിനെ മേടിച്ച് വീട്ടിൽ കൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്ന. ഇപ്പം ചെറിയൊരു മാറ്റം, ഇവിടെ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടനായിരിക്കും ഇത്. ചേട്ടൻ പ്രിപ്പയർ ചെയ്യുമോ? ചേച്ചി അത് ചെയ്തോളും. അപ്പോൾ ചേച്ചി അത് ചെയ്യട്ടെ. നമ്മൾ ഇതും കൊണ്ട് പോവാം. 2 എണ്ണം 1/2 കിലോ ഉണ്ടായിരുന്നു, 400 രൂപ അല്ലേ? നല്ല മുഴുത്ത കൊഞ്ചുമായിട്ട് നമ്മൾ ഇവിടെ വന്നു. ഇതാണ് കടലോരം റിസോർട്ട്. ശരിക്കും ഒരു ഹോം സ്റ്റേ ഫെസിലിറ്റിയാണ് അല്ലേ? ഹോം സ്റ്റേ കാറ്റഗറിയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ എത്ര കോട്ടേജ് ഉണ്ട് നിങ്ങൾക്ക്? 4 കോട്ടേജ് ഉണ്ട്. 2500 രൂപ ഒരു കോട്ടയിൽ. ഇപ്പൊ 1500 വരെയാണ്. ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ട് 2500. 2500 മുതൽ 3500 രൂപ വരെയാണ് ഇവിടെ താമസത്തിന് ചിലവ്. അപ്പോൾ
ഇതിനെ ഞാൻ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ രണ്ടുപേരും. ഇവരാണ് ഇതെല്ലാം നടത്തുന്നതും ഇതിൻ്റെ ഓണർഷിപ്പും എല്ലാം ഇവർ തന്നെയാണ്. അപ്പോൾ ഇത് ചേച്ചിയുടെ നമ്മൾ കൊടുക്കുകയാണ്. ചേച്ചി അത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞ് ചേച്ചി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കടലോരം റിസോർട്ടിലാണ്, കടലോരം ബീച്ച് റിസോർട്ട്. ഈ ബീച്ച് റിസോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കാർവാൻ എന്ന സിനിമ, കാർവാനോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം, ആ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ. ദുൽഖർ സൽമാനും ഇർഫാൻ ഖാനും ഒക്കെ അഭിനയിച്ച ആ സിനിമ, ഹിന്ദിയിലായിരുന്നു സിനിമ, ആ സിനിമയുടെ ഷൂട്ടിങ് ഇവിടെയായിരുന്നു നടന്നത്. അപ്പോൾ കുറേ നല്ല സീനുകളാണ്, കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ബാക്ക് വാട്ടേഴ്സ്, ചെറിയൊരു കനാല്, അതുപോലെ തന്നെ അപ്പുറത്ത് മീൻ വളത്തിലുള്ള സ്ഥലം, പിന്നെ നല്ല അടിപൊളി ഫുഡ്, എസ്പെഷ്യലി സീ ഫുഡ്. ഇതെല്ലാം കൂടെ കിട്ടാനായിട്ട് ഇതിലപ്പുറം വേറെ എന്താണ് സ്ഥലം? ആ സിനിമയില്, കരവൻ എന്ന് പറഞ്ഞ സിനിമയില് ദുൽഖർ സൽമാൻ ഇവിടെ ഇതുപോലെ ഇരിക്കും. ഇവിടെ എങ്ങാണ്ടായിരിക്കുന്നത്, ഇവിടെ ഇതുപോലെ ഇരിക്കും. മിഥില പാൽക്കർ ഇതേൽ ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് വർഷം പുറകോട്ട് പോയി, ഞാൻ ദുൽഖർ സൽമാന്റെ ഏജിലായിട്ട് മാറി, ഇവളെ മിഥിലയാക്കി. അപ്പൊ ഞങ്ങളൊരു 10-12 വർഷത്തേക്കിന് പുറകോട്ട് പോയി, കുറച്ച് നേരത്തേക്ക്. നമ്മൾ രാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ഒരു കുഞ്ഞു മീനേ കിട്ടിയുള്ളൂ. ഇഷ്ടംപോലെ വലിയ മീനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ മീൻ പിടുത്തത്തിന് എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആപ്പാടെ ഒരു കുഞ്ഞു മീനെ കിട്ടിയുള്ളൂ. അതിനെ ഞാൻ തിരിച്ചു വിട്ടു. പക്ഷേ മീൻ പിടുത്തത്തിന് എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുണ്ട്, ഉണ്ണി. OMKV ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് എന്നാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഉണ്ണി എന്നെ വിളിച്ചിരുന്നു, നമുക്ക് ഒരു ദിവസം അവിടെ പോയി മീനൊക്കെ പിടിച്ച് കറി വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞത്. പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഫ്ലഡായത്. ഫ്ലഡ് ആയി കഴിഞ്ഞ് പോകാനായിട്ട് സമയം പറ്റിയില്ല. ഇനിയിപ്പോൾ നോർത്ത് ഈസ്റ്റ് പോവാണ്. നോർത്ത് ഈസ്റ്റ് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒക്ടോബർ അവസാന സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഉണ്ണിയുടെ വീട്ടിൽ പോയി ഉണ്ണിയുടെ കൂടെ മീനൊക്കെ പിടിച്ച് കറി വെച്ച് കഴിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മേടിച്ച ആ വലിയ കൊഞ്ച്, അതിനെ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ചേച്ചി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുക്കിങ്ങിൻ്റെ ഭാഗത്തോടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊഞ്ചിനെ ചേച്ചി മാരിനേറ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്? മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്. കുരുമുളക് പൊടി ഉണ്ടല്ലേ? കുരുമുളക് പൊടി ഉണ്ട്. പിന്നെ ഞാനിത് സാധാരണ ഞാൻ ഇതിന്റെ ഈ ഷെല്ല് കളയാറുണ്ട്, ഇത് കളയും. ഇപ്പൊ ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഷെല്ല് വെച്ച്, പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ മാരിനേഷൻ പോയിട്ടുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലേ? ഒരു 10-20 മിനിറ്റോളം വെച്ച്. 20 മിനിറ്റോളം വെച്ച്. പ്രോൺസ് ഒന്നും കണ്ടമാനം വേവിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. നമ്മുടെ കൊഞ്ച്, ഭീമൻ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. വേണ്ടേ, നല്ല സൈസിലുള്ള കൊഞ്ചാണ്, നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. മസാല എല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എൻ്റെ കൈകൾ രണ്ടും ഒടിച്ചു വെച്ചു. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു കൈ ഒന്ന് ഒടിച്ചു വെച്ചോട്ടെ. ഞാൻ പറഞ്ഞു കയ്യോ കാലോ ഒക്കെ ഒടിച്ചോളാൻ പറഞ്ഞു. സന്തോഷമായിട്ട് ഒടിച്ചു വെച്ചു. ഇത് നമുക്കിതിനെ ഒന്ന് രുചിച്ച് നോക്കാം. ഇതിൻ്റെ തോട് കളയാതെയാണ് ചേച്ചി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ തോട് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്കേ ഇവിടെ ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ചെയ്താലോ? വേണ്ട, ഇങ്ങനെയുണ്ട്, നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഷെല്ല് നമുക്ക് പതുക്കെ പൊളിച്ചെടുക്കാം. കത്തിമുള്ളൊക്കെ തന്നിട്ട് കത്തിമുള്ളുമായിട്ട് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്.
അവർക്ക് ഇതിൻ്റെ സൈസ് കണ്ടിട്ടേ ചില വലിപ്പം കൂടുതലായതുകൊണ്ട് അവർക്ക് അറിയില്ല ഇതെന്താണ് സാധനമെന്ന്. നമ്മൾ അതിൻ്റെ തോട് പൊളിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വല്പം കുരുമുളക് പൊടി ഇടുന്നത് നല്ലതാണ്. ഒരു സ്വല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു സ്വല്പം കൂടെ കുരുമുളക് പൊടി ഇടുന്നത് നല്ലതാണ്. രണ്ട് ഇച്ചിരി കുരുമുളക് പൊടി നമുക്കിടാം. അതിപ്പോൾ നിങ്ങൾക്ക് എന്തും വേണ്ട, എരിവ് വേണം, എങ്ങനത്തെ ടേസ്റ്റാണ് വേണ്ടത് അതനുസരിച്ച് ചെയ്തോണം. പിന്നെ നമുക്ക് നാരങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്, നാരങ്ങ ഒരു സ്വല്പം പിഴിയാം. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് ചേർക്കാം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യം. ഇതിനകത്ത് ഈർക്കിൽ വെച്ചിട്ടുണ്ട്, ആ കാര്യം മറന്നുപോയി. ഇപ്പൊ ഞാൻ ഈർക്കിൽ ഉൾപ്പെടെ കഴിച്ചേനെ. കേഹ കഴിച്ചിട്ട് അവർക്ക് ചിക്കൻ പോലെ തോന്നിയെന്നാ പറഞ്ഞത്. കാരണം ഇത് വലിയ കൊഞ്ചാണല്ലോ, ഇത് ദശ കൂടുതലാണ്. നമ്മുടെ ചെറിയ പ്രോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാരണം ഒന്നിച്ച് അവർക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. കേര ലിറ്റിൽ ഇറ്റ്സ് ലൈക്ക് ചിക്കൻ ട്രൈ. കേരയ്ക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു, ഞാനൊന്ന് കഴിച്ചോ. സൂപ്പർ. ഇതിൻ്റെ ഈ കാലിനൊക്കെ അകത്ത് ദശയുണ്ട്. ഇതിൻ്റെ കാലൊക്കെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാവുന്നതാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന മജ്ജ പോലത്തെ ഒരു സാധനം. കേര ഓടിപ്പോയി, പക്ഷെ കേക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. യു ലൈക്ക് ഇറ്റ്? കേക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു കേരക്ക് ഇഷ്ടമാവുമെന്നാണ് വിചാരിച്ചത്. അവർക്ക് ഈ സൈസ് ഇത്രയും വലുപ്പമൊക്കെ കണ്ടപ്പോഴത്തേന് അവർക്ക് ചെറിയൊരു പേടി പോലെ തോന്നും. പക്ഷെ പേടിക്കാനൊന്നുമില്ല, നല്ല അടിപൊളി സാധനം. മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ ആ രുചിയെല്ലാം നമ്മുടെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഗാർലിക്കിൻ്റെ പേസ്റ്റിൻ്റെ ആ രുചിയും. നാരങ്ങാ നീര് നേരത്തെ തന്നെ പിഴിഞ്ഞ് വെച്ചിരുന്നു, ഇപ്പം രണ്ടാമത് പിഴിഞ്ഞ് വെച്ചുകൊണ്ട് ആ നാരങ്ങാ നീരിൻ്റെ ആ ചെറിയ പുളിയും അതിൻ്റെ വാസനയെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. കേരയുടെ ബർത്ത്ഡേ ഞാനാണ് പ്രോൺസ് കഴിച്ച് എൻജോയ് ചെയ്യുന്നത്. നാളെ മുതൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് യാത്ര തുടങ്ങാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു പക്ഷേ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റിൽ വീഡിയോ കഴിയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈവ് വരാം. നമ്മുടെ ലൈവ് വീഡിയോസ് കാണുക, നമ്മുടെ എല്ലാ വീഡിയോസും കാണുക, ലൈവ് മാത്രമല്ല എല്ലാ വീഡിയോസും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. ഫോർ ദ ടൈം ബീങ്, ബൈ, സീ യു അഗൈൻ.